അറേബ്യൻ പട്ടുറുമാലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് വളരെ വിഷമകരമായ ഒരു എപ്പിസോഡുമായിട്ടാണ്, എലിമിനേഷൻ റൗണ്ട്. പക്ഷേ നമ്മൾ ആ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രിയങ്കരിയായ ജഡ്ജ് ബെൻസീറ മാഡത്തിൻ്റെ ഒരു മനോഹരമായ ഗാനം കേട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം.
എലിമിനേഷൻ റൗണ്ടിനായി ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അറേബ്യൻ പട്ടുറുമാലിന്റെ ഒന്നാമത്തെ റൗണ്ടിൽ കോമ്പീറ്റ് ചെയ്ത 16 പേരാണ് എൻ്റെ ചുറ്റും ഇപ്പോൾ ഉള്ളത്. അവരുടെ റിസൾട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡിയാണ്. ആ റിസൾട്ട് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവരും കഴിഞ്ഞൊരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എവ്രി വൺ. എൻ്റെ കയ്യിൽ നിങ്ങളുടെ റിസൾട്ട് റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിസൾട്ടായിട്ട് നമ്മുടെ റിയയുടെ റിസൾട്ട് കേൾക്കാം. അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, അധികം നമ്മളൊരു ലാഗിങ്ങിനൊന്നും നമ്മൾ സമയം കൊടുക്കുന്നില്ല. റിയ, യു ആർ ഇൻ. അപ്പോൾ നല്ലൊരു കൈയടി റിയയ്ക്കും. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി നമുക്കറിയേണ്ടത് അബ്നീത് ബാബു. ഒന്നുമില്ല മക്കളെ, നീ ഇല്ല. വെൽക്കം ടു ദിസ് റൗണ്ട് 2. കൈയടിയുടെ ശക്തി പോലും നല്ലൊരു കൈയടി എല്ലാവർക്കും കൊടുക്കട്ടോ. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത്, കാരണം ഒരു ഷോ ആണ്, സോ ഇറ്റ് മസ്റ്റ് ഗോ ഓൺ. ഒരു ഷോ ആകുമ്പോഴത്തേക്ക് അതിലൊരു എലിമിനേഷൻ വേണം, അതിലൊരു വിന്നർ വേണം. നമ്മൾ കോമ്പീറ്റ് ചെയ്ത് മുന്നേറുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ ആ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടിട്ടായിരിക്കാം നമ്മളെ റൗണ്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത്. എനിവേ, അപ്പോൾ അടുത്തത് നമുക്ക് അറിയുന്നത് അഫ്നാൻ റഫീഖ്. അഫ്നാൻ, യു ആർ ഇൻ. ആമിന അക്ബർ. എന്ത് തോന്നുന്നു ആമിന? ഒന്നും തോന്നുന്നില്ലെങ്കിൽ കുറച്ചേരം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. മുഹ്സിൻ, യു ആർ ഇൻ. ഗാദ ജി നായർ. എന്ത് തോന്നുന്നു ഗാദ പറയുന്നത് എന്താണോ അതാണ് ആൻസർ. ഇന്നാവുന്നോ ഔട്ടാവണോ? എന്നാ ഇന്നാണ് കിരുക്കും. റൗണ്ട് 2ലേക്ക് നസ്രുദ്ദീൻ. എന്ത് പറയുന്നു നസ്രുദ്ദീൻ? എന്ത് തോന്നുന്നു നസ്രുദ്ദീൻ? നമ്മുടെ ടോപ്പ് സ്കോററാണ് നസ്രുദ്ദീൻ. യു ആർ ഇൻ ടു ദ സെക്കൻഡ് റൗണ്ട്. പ്രണവ് മേനോൻ. ഒന്നും നോക്കാല്ല മക്കളെ, യു ആർ ഓൾസോ ഇൻ ടു ദ സെക്കൻഡ് റൗണ്ട്. ആമിന അക്ബർ എന്ത് പറയുന്നു? ഇപ്പോഴും റിസൾട്ട് എന്തെങ്കിലും ആയോ? ഇന്നാക്കണോ ഔട്ടാക്കണോ? ഇന്നാക്കണം, ഉറപ്പാണ്. എന്നാ ഇന്നായിക്കോ. വെൽക്കം ടു റൗണ്ട് 2 ആമിന. ശ്രീജ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു ഫസ്റ്റ് റൗണ്ട്? കുഴപ്പമില്ല. ആവുമായിരിക്കും എന്ന പാവമല്ലേ, കയറിക്കോട്ടെ. ഇന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീജയും. അടുത്തത് എന്ത് പറയുന്നു നമ്മുടെ ജോയലിന്റെ റിസൾട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇച്ചിരി ടെൻഷൻ അടിച്ച് നിൽക്കല്ലേ, ഇച്ചിരി കൂടെ ടെൻഷൻ ആവട്ടെ. റംസി നാസർ. ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാവണോ എന്നാണ് ആഗ്രഹം. എന്നാ ഇന്നായിക്കോ സെക്കൻഡ് റൗണ്ടിലേക്ക്. റംസി നാസർ. അടുത്ത ആരുടെയൊക്കെ റിസൾട്ട് അറിയണം? ആരുടെ റിസൾട്ട് അറിയണം? പെട്ടെന്ന് പറയുന്നവരുടെ റിസൾട്ട് അറിയുന്നതായിരിക്കും. ഹാനി. ഒന്നും നോക്കുന്നില്ല. ഹാനി, യു ആർ ഇൻ ടു ദ സെക്കൻഡ് റൗണ്ട്. ഇബ്നു ഹാഷിം. എന്ത് തോന്നുന്നു ഇബ്നു? ഔട്ടായിരിക്കും. നമ്മളത് പാടി പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഇബ്നുവിന് ഉണ്ടായിരുന്നു. എനിവേ, ഇബ്നു, യു ആർ ഔട്ട്. ഈ റൗണ്ടിൽ നിന്നും താൽക്കാലികമായി നമ്മുടെ ഈ ഫ്ലോറിൽ നിന്നും വിടവാങ്ങിയാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യുക, പാടി പഠിക്കുക. ഇതുപോലുള്ള ഒരുപാട് മത്സരങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഇബ്നുവിന് ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ് ഇബ്നു. വീണ്ടും നമ്മൾ അടുത്ത വർഷം ഇതിൻ്റെ ഒരു സെക്കൻഡ് റൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജോയൽ ജേക്കബ്. എന്ത് പറയുന്നു ജോലി? എന്ത് തോന്നുന്നു? ഔട്ടായിരിക്കാനാണ് സാധ്യത. റിയലി സോറി. അറേബ്യൻ പട്ടുറുമാലിൻ്റെ ഈ ഒരു വേദിയിൽ താൽക്കാലികമായിട്ട് ഒരു വിടവാങ്ങലെന്ന് മാത്രമേ ജോലിന് ഞാൻ പറയുന്നുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ഇനിയും പ്രാക്ടീസ് ചെയ്യുക, ഇനിയും മുന്നേറുക, ഇനിയും മുന്നേറാനായിട്ട് പഠിച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഓക്കെ, ടേക്ക് കെയർ. ബൈ.
അപ്പോൾ ഇവിടെയാണ് ഇനി നമുക്ക് വലിയൊരു കടമ്പ കിടക്കാനുള്ളത്. സെമീന മുസ്തഫ, ആയിഷ, നിദ, ഫസ്ന. നിങ്ങൾക്ക് കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾക്ക് 3 പേർക്കും ഒരേ മാർക്കായിരുന്നു, തുല്യമായ മാർക്കായിരുന്നു. നമുക്കൊരു റിയാലിറ്റി ഷോ ആകുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് അതിനകത്ത് എലിമിനേഷൻ ഉണ്ടാവും, ഇന്നാവും. പക്ഷെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ കൂടെ തരികയാണ്. നിങ്ങൾ 3 പേരിൽ നിന്നും ഒരാളെ ഇന്നാക്കാനായിട്ട് ഓഫറുണ്ട്. സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പോഴത്തെ 50% ഓഫർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ്. നിങ്ങളിൽ നിന്നും ഒരാൾക്ക് ഇന്നാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അത് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ കൈകളിലല്ല. അപ്പോൾ അറേബ്യൻ പട്ടുറുമാലിൻ്റെ ഈ ഒരു തീരുമാനമെടുക്കുന്നതിനായി ഞാൻ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഖം. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു എലിമിനേഷൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായൊരു പ്രതിസന്ധിയിലാണ് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. 3 കണ്ടസ്റ്റൻറ്റ് നമുക്കുള്ള സെമീന മുസ്തഫ, ആയിഷ, നിദ, ഫസ്ന. 3 പേർക്കും ഒരേ മാർക്കാണുള്ളത്. അപ്പം നമുക്ക് 3 പേരിൽ നിന്നും ആസ് പെർ നമ്മുടെ ഒരു റൂൾ പ്രകാരം ഒരാൾക്ക് കൂടെ ഇന്നാവാനായിട്ട് ചാൻസ് ഉണ്ട്. 2 പേര് എലിമിനേറ്റ് ആവും, ഒരാൾക്ക് ഇന്നാവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാനുള്ളത്, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അതിന്? നമ്മൾ ഇപ്പോൾ ഒരു സൊല്യൂഷൻ, നമ്മൾ ഓർക്കസ്ട്ര ഒരു പിച്ച്, ഒരു ശ്രുതി കൊടുത്തിട്ട് അതിൽ നിന്ന് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ പല്ലവി പാടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ പല്ലവി നിങ്ങൾ പാടണം. ഓർക്കസ്ട്ര നമുക്ക് ശ്രുതി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. നിങ്ങളതിൽ ഇഷ്ടമുള്ള പാട്ട് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പിള പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് പാടാം. റെഡിയാണോ? അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡയസ് റെഡിയാണ്. നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് പറഞ്ഞിട്ടുള്ള റൗണ്ട് നമ്മുടെ ഓർക്കസ്ട്ര ടീം ഒരു ശ്രുതി നിങ്ങൾക്കായിട്ട് തരുന്നതായിരിക്കും. അതിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് പാടാം. ആ പാടുന്ന ഇത് നിങ്ങളുടെ ലൈഫ് ടൈം ചാൻസ് ആണ്. ഡു ഓർ ഡൈ ചെയ്യുക. അത് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല തറവായിട്ടുള്ള പാട്ടിനെ നിങ്ങൾ പാടിക്കോളൂ. ആ പാടുന്ന പാട്ടിനനുസരിച്ചായിരിക്കും ജഡ്ജ്മെന്റ് ഉണ്ടാവുക. റെഡിയാണോ? സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്ർപാടി കിളിയെ നീലമേലാപ്പെട്ടൊരാകാശത്തിന്റെ പുറത്തെ സുബർക്കത്തെ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് കിളിയേ. സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്ർപാടി കിളിയെ നീലമേലാപ്പെട്ടൊരാകാശത്തിന്റെ പുറത്തെ സുബർക്കത്തെ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. സെമീന ഏതാ പാടുന്നേ? മദനപ്പൂവാടിയിൽ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ, മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ, ചെണ്ടുകൾ കാണുന്നല്ലോ. മദനപ്പൂവാടിയിൽ മയിലാടും പെണ്ണിന്റെ മംഗല്യമിന്നാണല്ലോ, മംഗല്യമിന്നാണല്ലോ. മൈലാഞ്ചി കൈകളിൽ മലർമുല്ല മല്ലികൾ ചെണ്ടുകൾ കാണുന്നല്ലോ, ചെണ്ടുകൾ കാണുന്നല്ലോ. താങ്ക് യു സെമീന. ഫസ്ന ഏതാ പാടുന്ന? ഫസ്ന മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് സിറായിൽ അണഞ്ഞിടും മുൻപേ ചലനമെന്തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തന്റെ റൗള ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ.
മലക്കുൽ മൗത്ത് അസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തൻ്റെ റൗള ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ. താങ്ക് യു ഫസ്ന. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ്, നിങ്ങളിൽ നിന്നും 2 പേര് എലിമിനേറ്റ് ആവും, ഒരാൾ ഇന്നാവുകയും ചെയ്യും. അപ്പോൾ അത് ആരാണെന്നുള്ള കാര്യം നമ്മുടെ ജഡ്ജസിന് നമുക്കൊരു സമയം കൊടുക്കാം, അവരത് തീരുമാനിക്കട്ടെ. നമ്മുടെ ജഡ്ജസ് നമ്മുടെ തീരുമാനം തന്നിരിക്കുകയാണ്. അപ്പോൾ ആര് ഇന്നാവും ആര് ഔട്ടാവും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയയുമില്ല. ഞാൻ ഇന്നായ ആളുടെ പേര് പറയണോ ഔട്ടായ ആളുടെ പേര് പറയണോ? നിങ്ങൾ പറഞ്ഞോ, പ്രശ്നം പറയൂ. ഔട്ടായ ആളുടെ പേര് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് സന്തോഷം, ഇന്ന അയാളുടെ പേര് പറയാമെന്നാണ്. എന്ത് പറയുന്നു ജഡ്ജസ്? നമുക്ക് ഇന്ന അയാളുടെ പേര് പറയുന്നല്ലേ നല്ലത്? തീർച്ചയായിട്ടും. അറേബ്യൻ പട്രുമാലിൻ്റെ 2ാമത്തെ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 3 പേരിൽ നിന്നും ആയിഷ നിദ 2ാമത്തെ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സെമിന മുസ്തഫ, ഫസ്ന, എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനായിട്ട് വാക്കുകളും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഈ പാടിയതിൻ്റെ കമൻസ് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കേൾക്കാം. നമുക്ക് ജഡ്ജസിനടുത്ത് ചോദിക്കാം, എന്താണ് ഇപ്പോൾ പാടിയതിൻ്റെ കമൻസ്? നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ള ആ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ശ്രുതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ശ്രുതി ചേർന്ന് പാടുക എന്നുള്ളതാണ്. അപ്പം വീണ്ടും പിച്ച് ഔട്ടിൻ്റെ പ്രശ്നം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നിങ്ങൾ നല്ല ശബ്ദമാണ്, പാടാൻ കഴിവുണ്ട്, താളമുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രുതി ചേർന്ന് പാടുന്ന കാരണം നമ്മളിപ്പോൾ ഒരു പാട്ട് ഒരു പിച്ച് ഔട്ടിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, പറ്റുകയാണെങ്കിൽ ആരത്തെങ്കിലും പോയിട്ട് പാട്ട് പഠിക്കുക. കാരണം നമ്മളിപ്പോൾ അധികം ഇപ്പോൾ പിന്നെ ഈ കരോക്കയിലും ഇതിലൊക്കെ നമ്മളിങ്ങനെ പാടി അപ്പോൾ നമ്മൾക്കൊരു ഗൈഡ് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് പാടുന്നതാണ് നമ്മളെ കറക്റ്റ് സംഗതി എന്നുള്ളതില്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. അപ്പം കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അത് അപ്പം പറ്റുകയാണെങ്കിൽ ആരെങ്കിലും അറിയുന്നവരടുത്ത് പോയി പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിപ്പോൾ താൽക്കാലികം ഇതാണ്, ഇതൊന്നും ഒരു ഇതില്ല കേട്ടോ. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഓക്കെ, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളുണ്ട്, അപ്പോൾ ഇനിയൊക്കെ പല സ്റ്റേജുകളും കാണാതിരിക്കുന്നു. ഓക്കെ, വെരി ഓൾ ദി ബെസ്റ്റ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു സർ. മാം, ഓൾറെഡി സാറ് പറഞ്ഞ് കഴിഞ്ഞു. സെയിം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രുതി ശ്രദ്ധിച്ചേ പറ്റും മക്കളെ. ഇപ്പോൾ നമുക്ക് അവിടെ കീബോർഡിൽ ഏത് പിച്ചാണ് ഇട്ട് വരുന്നത് അത് അനുസരിച്ച് നമുക്ക് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ കരോക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ച് മാത്രം, അല്ലെങ്കിൽ അതെവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിൻ്റ് മാത്രം പഠിച്ചെടുത്തിട്ട് കാര്യമില്ല. ഏത് പാട്ടായാലും ഏത് ശ്രുതിയാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ചേർന്ന് പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. ഒരു കുഞ്ഞ് ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഗുരു കൈതപ്രം വിശ്വനാഥൻ സാറ് പറഞ്ഞു തന്നതാണ് മുന്നേ. നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്വന്തം പാടി റെക്കോർഡ് ചെയ്യുക. അതൊരു വട്ടം കേൾക്കുക, പിന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് പിന്നെയും അതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യത്തതും ഇപ്പോൾ ഉള്ളതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ശ്രുതി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക ദയവ് ചെയ്തിട്ട്. ഇനി നിങ്ങളുടെ ഭാവിയിൽ ഇതിലും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രുതി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ സെമിന, ഫസ്ന, 2 പേർക്കും എൻ്റെ ഭാഗത്തു നിന്നും ഓൾ ദ ബെസ്റ്റ്. ഇതൊരു താൽക്കാലികമായൊരു വിടവാങ്ങൽ മാത്രമാണ്. ഇനിയും ഉയരങ്ങൾ താണ്ടാനായിട്ട് സർവശക്തൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.